നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോഷ്ടിച്ച വാഹനങ്ങൾ തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന പുതുക്കാട് നന്ദിപുലം സ്വദേശികൾ ഉൾപ്പെടെ 5 പേരെ ചേർപ്പ് പോലീസ് പിടികൂടി. കയ്പമംഗലത്ത് ഉത്സവത്തിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞു. നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. GUPS ചായ്പൻകുഴി സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും നടത്തി. കോടശ്ശേരി പഞ്ചായത്ത് ബഡ്ജറ്റ് ജനവിരുദ്ധ ബഡ്ജറ്റാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2025-26 ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ അവതരിപ്പിച്ചു. അടിക്കടി ഉണ്ടാകുന്ന വാഹന അപകടങ്ങൾ ഉടൻ പരിഹരിക്കണം. BJP മണ്ഡലം കമ്മിറ്റി ആശ്രമം ജംഗ്ഷനിൽ പ്രതിഷേധ ശൃംഖല തീർത്തു. വിശദമായ വാർത്തയിലേക്ക്. മോഷ്ടിച്ച വാഹനങ്ങൾ തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന പുതുക്കാട് നന്ദിപുലം സ്വദേശികൾ ഉൾപ്പെടെ 5 പേരെ ചേർപ്പ് പോലീസ് പിടികൂടി. പൊള്ളാച്ചി കോവിൽപാളയം സ്വദേശി SK നിവാസിൽ സജിത്ത്, പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശികളായ പുന്നത്താടൻ വീട്ടിൽ വിജിത്ത്, പുന്നത്താടൻ വീട്ടിൽ രഞ്ജിത്ത്, ചിയാരം സ്വദേശി പള്ളിപ്പാടത്ത് വീട്ടിൽ സുനീഷ്, നന്ദിപുലം സ്വദേശി കരിയത്ത് വളപ്പിൽ വീട്ടിൽ വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. ഫെബ്രുവരി 23-ന് പുലർച്ചെ ചേർപ്പ് പാറക്കോവിലിൽ നിന്ന് മിനി ലോറി മോഷണം പോയ കേസിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സജിത്തിനെ പിടികൂടിയതോടെയാണ് മറ്റ് പ്രതികൾ വലയിലായത്. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഫെബ്രുവരിയിൽ മറ്റൊരു മിനി ലോറിയും മോഷണം പോയിരുന്നു. ഈ കേസിലും പ്രതികളാണ് ഇവർ. പകൽ സമയത്ത് വാഹനങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി സുനീഷും രഞ്ജിത്തും വിഷ്ണുവും വിജിത്തും ചേർന്ന് സജിത്തിന് മോഷ്ടിച്ച വാഹനങ്ങൾ കൈമാറും. സജിത്ത് മേട്ടുപ്പാളയത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സംഘത്തിന് വിൽക്കുകയായിരുന്നു പതിവ്. ഇവിടെ നിന്നാണ് അന്വേഷണ സംഘം മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തിയത്. 2-3 മാസത്തിനിടയിൽ നിരവധി വാഹനങ്ങൾ ഈ സംഘം മോഷ്ടിച്ചു കടത്തിയതായി സംശയിക്കുന്നു. പുതുക്കാട് നിന്ന് മോഷ്ടിച്ച ഒരു കണ്ടെയ്നർ ലോറി, കൊടകര, ഒല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും മോഷ്ടിച്ച പിക്കപ്പ് വാനുകൾ, ഇവർ മോഷണത്തിനുപയോഗിച്ച ഒരു കാർ എന്നിവ ഇവരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഞ്ജിത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അടിപിടി, വധശ്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 6 ക്രിമിനൽ കേസുകളുണ്ട്. വിജിത്ത് 2 അടിപിടി കേസുകളിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ചേർപ്പ് SI-മാരായ M അഫ്സൽ, സജിപാൽ, സീനിയർ CPO ES ജീവൻ, CPO-മാരായ KS ഉമേഷ്, ഗോകുൽദാസ് എന്നിവർ ചേർന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കയ്പമംഗലത്ത് ആനയിടഞ്ഞു. 3 പീടിക ബീച്ച് കോഴിപ്പറമ്പിൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പീച്ചിയിൽ ശിവൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് കുളിപ്പിച്ച് ക്ഷേത്രത്തിലെത്തിച്ച നേരത്താണ് ഇടഞ്ഞോടിയത്. ക്ഷേത്രത്തിന് സമീപത്തെ വഴിയിലൂടെ കുറച്ചു ദൂരം ഓടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ആനയെ പിന്നീട് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ തളച്ചതിനുമാണ് കേസ്. ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ രാത്രി 7-ന് കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രപ്പറമ്പിനോട് ചേർന്നുള്ള പറമ്പിൽ തളച്ച കൊമ്പനാണ് വിരണ്ടത്. പൂരം എഴുന്നള്ളിപ്പിനെത്തിയ 7-ൽ 2 ആനകളെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്നത്. ഇതിൽ ഒരാനയെ വെടിക്കെട്ടിന്റെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്റർ മാത്രം അകലെയായിരുന്നു നിർത്തിയിരുന്നത്.
വെടിക്കെട്ടിന്റെ ശബ്ദവും ചൂടും അസഹനീയമായതോടെ പിന്തിരിയാൻ ശ്രമിച്ച ആന പിറകിൽ നിന്ന പാപ്പാനെ പിൻകാലുകൊണ്ട് തട്ടി വീഴ്ത്തുകയായിരുന്നു. വെടിക്കെട്ട് കാണാൻ നിരവധി നാട്ടുകാർ എത്തിയ സമയത്താണ് ആന പിണങ്ങി തിരിഞ്ഞത്. വിരണ്ട കൊമ്പൻ ഓടാതിരുന്നതിനാൽ വലിയ അത്യാഹിതം ഒഴിവായി. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ സുരക്ഷിതമല്ലാതെ തളച്ചതിനുമാണ് കേസെടുത്തത്. GUPS ചായ്പൻകുഴി സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും നടത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഭാവി വാഗ്ദാനങ്ങളായ കുരുന്നുകളുടെ ശേഷി വികാസങ്ങൾ ലക്ഷ്യമാക്കി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ചായ്പൻകുഴി ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. സ്റ്റാർസ് പദ്ധതി പ്രകാരം അനുവദിച്ച 10 ലക്ഷം രൂപയും കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 3 ലക്ഷം രൂപയും ഉപയോഗിച്ച് ചാലക്കുടി BRCയുടെ നേതൃത്വത്തിലാണ് ഈ ശിശു സൗഹൃദ പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ 63ാമത് അധ്യാപക രക്ഷാകർതൃ ദിനവും വാർഷികവും സമുചിതമായി ആഘോഷിച്ചു. പ്രധാന അധ്യാപകൻ ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CV ആന്റണി മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ സജിത ഷാജി, റിജു മാവേലി, ചാലക്കുടി BBC CG മുരളീധരൻ, CRCC കോർഡിനേറ്റർ അക്ഷയ് MN എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അജിത P നന്ദി അർപ്പിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ അവതരിപ്പിച്ചു. പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ എല്ലാവർക്കും സുരക്ഷിത ഭവനവും ശുദ്ധമായ കുടിവെള്ളവും സമ്പൂർണ്ണ ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്ന തരത്തിലാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ തനത് വരുമാനം 2,42,17,500 രൂപയും ജനറൽ പർപ്പസ് ഫണ്ട് 2,38,91,000 രൂപയും മറ്റ് സർക്കാർ ഗ്രാന്റുകൾ ഉൾപ്പെടെ ആകെ വരവ് 44,28,75,009 രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത്. ഉൽപാദന മേഖലയിൽ നെല്ല്, തെങ്ങ്, വാഴ തുടങ്ങിയവയുടെ കൃഷിക്കായി 21 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിൽ കൃഷിസ്ഥലത്തെ വന്യമൃഗശല്യം കുറയ്ക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനും ഉതകുന്ന തരത്തിലാണ് ബഡ്ജറ്റ്. ഔഷധ സസ്യകൃഷിക്കായി 25 ലക്ഷം രൂപയും കൂടാതെ തേനീച്ച വളർത്തൽ, കിഴങ്ങ് വിളകൾ, കുറ്റിക്കുരുമുളക് തുടങ്ങിയ പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. മലയോര ഗ്രാമപഞ്ചായത്ത് ആയതിനാൽ തന്നെ വന്യമൃഗശല്യം പരമാവധി കുറയ്ക്കുന്നതിന് 5 ലക്ഷത്തിലധികം രൂപ വകയിരുത്തി സംയോജിത വിള സംരക്ഷണത്തിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 21,21,500 രൂപ ആകെ ചെലവും 2,72,550 രൂപ നീക്കിമാറ്റി പ്രതീക്ഷിക്കുന്ന ഈ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഈ ബജറ്റ് ആരോഗ്യപരമായ ചർച്ചയ്ക്കും വിലയിരുത്തലുകൾക്കും വിധേയമായി അംഗീകാരം നൽകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. കോടശ്ശേരി പഞ്ചായത്ത് ബഡ്ജറ്റ് ജനവിരുദ്ധ ബഡ്ജറ്റാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പഞ്ചായത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് EA ജയതിലകൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ജനങ്ങളെ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങി വന്ന് ഇടതുപക്ഷ മെമ്പർമാർ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ജനങ്ങളുടെ നാനാവിധ ആവശ്യങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് വളരെ സാങ്കേതികമായി വരവ് ചെലവ് കണക്കുകളെ ഒപ്പിക്കുന്ന ഒരു ബഡ്ജറ്റായി കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് മാറാണ്.
ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നലിൽ അടിക്കടി ഉണ്ടാകുന്ന വാഹന അപകടങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി മണ്ഡലം കമ്മിറ്റി ആശ്രമം ജംഗ്ഷനിൽ പ്രതിഷേധ ശൃംഖല തീർത്തു. കഴിഞ്ഞ ദിവസം അതിദാരുണമായ വാഹനാപകടത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞത് ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുള്ളതും അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഈ അപകടകരമായിട്ടുള്ള മേഖലയിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം കെ എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് പിഷാരിക്കൽ, ഗിരീഷ് കോടശ്ശേരി, കെ ബി ഉണ്ണികൃഷ്ണൻ, പി ടി ജോസ്, എ കെ ഓമന എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ഈ ചാലക്കുടി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അപകട ഭീഷണിയുള്ള ഒരു പോയിന്റാണ് ഈ ആശ്രമ സിഗ്നൽ. കാലങ്ങളായിട്ട് ഇപ്പോൾ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് തുടങ്ങി ജനങ്ങളുടെ ജീവനെടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ സിഗ്നൽ മാറി. പക്ഷെ ഇതിനേക്കാൾ അപകട ഭീഷണി കുറഞ്ഞിട്ടുള്ള പല മേഖലകളും ഇപ്പോൾ പേരാമ്പ്ര ആയാലും ആമ്പല്ലൂര്, ചിറങ്ങരയൊക്കെ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ അടിപ്പാതയുടെ ഒക്കെ പണി പൂർത്തീകരിക്കാൻ പോകുന്ന സമയത്ത് പോലും ഈ ഏറ്റവും കൂടുതൽ കാലങ്ങളായിട്ട് അപകടങ്ങൾ, മരണങ്ങൾ നടക്കുന്ന ഈ പോട്ടയോട് മാത്രം ഇവിടുത്തെ ജനപ്രതികൾ ഇപ്പൊ നമുക്കറിയാം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 110 രൂപ കൂടി ഗ്രാമിന് 8230 രൂപ, പവന് 65,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഷ്ടിച്ച വാഹനങ്ങൾ തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന പുതുക്കാട് നന്ദിപുലം സ്വദേശികൾ ഉൾപ്പെടെ 5 പേരെ ചേർപ്പ് പോലീസ് പിടികൂടി. കയ്പമംഗലത്ത് ഉത്സവത്തിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞു. നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. GUPS ചായ്പൻകുഴി സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും നടത്തി. കോടശ്ശേരി പഞ്ചായത്ത് ബഡ്ജറ്റ് ജനവിരുദ്ധ ബഡ്ജറ്റാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2025-26 ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ അവതരിപ്പിച്ചു. അടിക്കടി ഉണ്ടാകുന്ന വാഹന അപകടങ്ങൾ ഉടൻ പരിഹരിക്കണം. ബിജെപി മണ്ഡലം കമ്മിറ്റി ആശ്രമം ജംഗ്ഷനിൽ പ്രതിഷേധ ശൃംഖല തീർത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.